ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയാലോ. അതിനാവശ്യമായിട്ട് 2 പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഇടികല്ലിൽ വെച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്കിട്ട് ഒന്ന് പുരട്ടിയെടുക്കണം. മുട്ടയൊക്കെ നമ്മൾ പുരട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും ആവശ്യത്തിന് സവാളയിലേക്ക് ഇത്തിരി ഉപ്പും പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇതിലേക്ക് ഇടുക. ഇത്തിരി നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം ഒന്ന് വഴണ്ട് കിട്ടും. അങ്ങനെ വഴണ്ട് വന്ന സവാളയിലേക്ക് ഒരു തക്കാളി നമുക്കിടാം. തക്കാളി വഴണ്ട് വന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മസാല പച്ചമണമൊക്കെ മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 1 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മളിത് എല്ലാം കൂടി മിക്സ് ചെയ്ത് വീണ്ടും അടച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് തിളച്ച് വന്ന കറിയിലേക്ക് ഒരിത്തിരി കുരുമുളക് പൊടിയും ഇത്തിരി പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. ശേഷം നമ്മൾ ആദ്യമേ വേവിച്ച് വെച്ചിരുന്ന മുട്ട ഇതിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ മുട്ടക്കറിയൊക്കെ റെഡിയായി. തിളച്ച് വന്ന മുട്ടക്കറിയിലേക്ക് ഇത്തിരി കറിവേപ്പിലയും വിതറുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.